കലോത്സവത്തിനെത്തിയ കോഴിക്കൂട്ടങ്ങളുടെ മനസ്സിൽ എന്താകും? അവരുടെ കഥ കേട്ടിരിക്കാൻ യഥാർത്ഥ കോഴിയുമുണ്ടെങ്കിലോ? കഥയുടെ അവസാനം ഇവർ മനുഷ്യരെ പറ്റി ചിന്തിക്കുന്നത് എന്താണെന്ന് കൂടി ഭാവനയിൽ കാണുകയാണ്. അടുത്തയാളും എത്തി. എൻ്റെ ഊഴമാകരുതെന്നേ ഉള്ളൂ. ഈ മനുഷ്യരൊക്കെ എങ്ങനെയാണ്? എപ്പോഴും മുന്നിൽ കാണുന്നത് അറവുശാലയിലെ കത്തികളെ മാത്രമാണ്. പിന്നെ മനുഷ്യരെക്കുറിച്ചൊരു കഥയോർമ്മയുണ്ട്. വീട്ടുമുറ്റത്ത് അയൽക്കാരൻ്റെ കോഴി കാഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു നാട്ടിലെ മനുഷ്യർ കലഹിച്ച് തമ്മിലടിച്ച് നശിച്ചു പോയ കഥയാണ്. അല്ല, ഞങ്ങൾ കാഷ്ടിച്ചാൽ എന്താ ഇത്ര കുഴപ്പം? പറഞ്ഞു കേട്ടതൊക്കെ മനുഷ്യരെ പറ്റിയുള്ള കെട്ട കഥകളാണ്. എങ്കിലും ഈ തലോടലിൽ ഒരു പ്രതീക്ഷ പോലെ. ഒരുപക്ഷെ എന്നെ കൊണ്ടുപോകുന്നത് കൊല്ലാനല്ലെങ്കിലോ?